അലനല്ലൂർ പഞ്ചായത്തിലെ മലയോര മേഖലയായ ചളവ, താണിക്കുന്ന് പ്രദേശങ്ങളിൽ വേനൽ മഴയ്ക്കൊപ്പം എത്തുന്ന ശക്തമായ കാറ്റ് നാശം വിതയ്ക്കുന്നു. ഈ ആഴ്ച 2 ദിവസങ്ങളിലുണ്ടായ ശക്തമായ കാറ്റിലും മഴയിലും ലക്ഷക്കണക്കിന് രൂപയുടെ വാഴകൃഷി നശിച്ചു. മരങ്ങൾ പൊട്ടിവീണ് വീടുകൾക്ക് കേടുപാട് സംഭവിക്കുകയും ഗതാഗതം തടസ്സപ്പെടുകയും ചെയ്തു. ഗ്രാമപഞ്ചായത്ത് റവന്യൂ വകുപ്പ് അധികൃതർ പ്രദേശത്ത് സന്ദർശിച്ച് നാശനഷ്ടങ്ങൾ വിലയിരുത്തി. വേനൽ മഴയ്ക്കൊപ്പമുള്ള കാറ്റ് ചളവ, താണിക്കുന്ന് മലയോര ഗ്രാമങ്ങളിലെ ജനങ്ങളെ ഭയപ്പെടുത്തുകയാണ്. ഇക്കഴിഞ്ഞ തിങ്കളാഴ്ചയും ശനിയാഴ്ചയും ഉണ്ടായ മഴയിലും കനത്ത കാറ്റിലും അത്രയേറെ നാശനഷ്ടമാണ് സംഭവിച്ചത്. സുന്ദരത്ത് വിദ്യാനാഥൻ, കൊടക്കാടൻ സലീം, സഹോദരൻ ഫിറോസ്, ചെറുതല ശ്രീധരൻ, ഗംഗ, ഉവാട്ടിൽ വേലുക്കുട്ടി, പള്ളിയാലിൽ വിജയൻ എന്നിവരുടെ വീടുകൾ ഭാഗികമായി തകർന്നു. ഭീതികരമായ സാഹചര്യമായിരുന്നു ഉണ്ടായതെന്ന് സുന്ദരത്ത് സുജാത പറഞ്ഞു. ആദ്യം മഴ പെയ്തപ്പോൾ മഴ അല്ലേ വിചാരിച്ച് ഇങ്ങനെ ഇരുന്നപ്പോൾ പെട്ടെന്ന് കാറ്റടിച്ചു. കാറ്റ് ഭയങ്കര കാറ്റായിരുന്നു. മരങ്ങളൊക്കെ അങ്ങോട്ട് ഉളഞ്ചി വന്ന് കുട്ടികളെയും കൊണ്ട് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതിരിക്കുകയായിരുന്നു. ഞങ്ങളെല്ലാവരും കൂടി റൂമിൽ പോയി കെട്ടിപ്പിടിച്ചാണ്ടിരുന്നു. കുട്ടികളെ മേലേക്ക് പ്ലാവും കൊണ്ട് പൊട്ടിച്ചാടിയോടുകൂടെ ചക്കയൊക്കെ വീണ് കുട്ടിയുടെ കയ്യിൽ തട്ടി കുട്ടി കരച്ചിൽ, ഭയങ്കര കരച്ചിലായിരുന്നു. വീട് മൊത്തം പൊളിഞ്ഞു. ആ റൂം മൊത്തം പൊളിഞ്ഞു. പിന്നെ നടുവിലെ റൂമുണ്ടായിരുന്നു, അതും പൊളിഞ്ഞു. ടി വിയുടെ മുകളിൽ കൂടെയൊക്കെ വീണ് ടി വി ഒക്കെ കേടുവന്നു. അങ്ങനെ നോക്കുമ്പോൾ അടുക്കളയുടെ ഭാഗത്തെ ഷീറ്റൊക്കെ പോയി. മൊത്തം ഒരു 10-15 ഷീറ്റ് പോയിട്ടുണ്ടാവും. വീടുകൾക്ക് സമീപത്തുള്ള കിണറുകൾക്കും ചായ്പുകൾക്കും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. ആലപ്പറമ്പിൽ കേശവന്റെ വിളവെടുപ്പിന് ഭാഗമായ 3000-ഓളം വാഴകളും നിലം പൊത്തി. ഇദ്ദേഹം പാട്ടത്തിനെടുത്ത് കൃഷിയിറക്കിയ നാട്ടുപൂവൻ, നേന്ത്രവാഴ എന്നിവയാണ് നശിച്ചത്. 9 ലക്ഷത്തോളം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നതായി കർഷകൻ പറഞ്ഞു. കേശവന് തക്കതായ നഷ്ടപരിഹാരം നൽകാൻ ബന്ധപ്പെട്ടവർ തയ്യാറാവണമെന്ന് കർഷക സംഘം എടത്തനാട്ടുകര വില്ലേജ് കമ്മിറ്റി പ്രസിഡന്റ് കൃഷ്ണൻ കുഴിഞ്ഞുപോക്കിൽ ആവശ്യപ്പെട്ടു. ഇയാൾ ഇതിൽ വെട്ടാനായതും കൊലച്ചു നിൽക്കുന്നതായിട്ടുള്ള വാഴകളാണ് എല്ലാം പോയിട്ടിരിക്കുന്നത്. ഇത് കടം വാങ്ങിയിട്ടും ലോൺ എടുത്തിട്ടൊക്കെ ഇയാൾ കൃഷി ചെയ്താണ്. ഇതിൻ്റെ നഷ്ടം എന്ന് പറഞ്ഞാൽ നമുക്ക് കണക്കാക്കാൻ പറ്റില്ല. അപ്പോൾ അതിന് അധികൃതർ അതിനുള്ള മേൽനടപടി സ്വീകരിച്ച് തക്കതായ ഒരു ഇത് ചെയ്തു കൊടുക്കണം. ഇത് പറഞ്ഞാൽ എങ്ങനെയാണെങ്കിൽ കർഷകരെ എങ്ങനെ കൃഷിയിലേക്ക് എത്തുക എന്നുള്ളത് പറയാൻ പറ്റൂല. മരം വീണ് കുഴിഞ്ഞുപോക്കിൽ കൃഷ്ണൻ, പടിക്കപ്പാടം അലി എന്നിവരുടെ കോഴിഫാമും പൂർണ്ണമായി തകർന്നു. നാശനഷ്ടങ്ങളുണ്ടായ സ്ഥലങ്ങളിൽ അലനല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സജന സത്താർ, ഗ്രാമപഞ്ചായത്ത് അംഗം പി രഞ്ജിത്ത്, ഡെപ്യൂട്ടി തഹസിൽദാർ അബ്ദുൽ സലീം പാറോക്കോട്ട് എന്നിവരുടെ നേതൃത്വത്തിൽ സന്ദർശിച്ചു. നഷ്ടങ്ങൾ സംഭവിച്ചവർക്ക് അടിയന്തരമായി സഹായങ്ങൾ നൽകുമെന്ന് പ്രസിഡന്റ് സജന സത്താർ അറിയിച്ചു. ഒട്ടനവധി കൃഷിസ്ഥലങ്ങൾ, വീടുകൾ ഉൾപ്പെടെ വ്യാപകമായ നാശമാണ് ഈ പ്രദേശങ്ങളിൽ സംഭവിച്ചിട്ടുള്ളത്. ഈ ഒരു ഭാഗം തഹസിൽദാർ ഉൾപ്പെടെയുള്ളവർ വന്ന് പരിശോധിക്കുകയും ഗ്രാമപഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ ബന്ധപ്പെട്ട വകുപ്പുകളെ അറിയിച്ച് കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകി നാച്ചുറൽ കലാമിറ്റിയിൽ നിന്ന് ലഭിക്കാവുന്ന മുഴുവൻ ഫണ്ടുകളും ഉപയോഗിച്ച് ഇവർക്കുള്ള അടിയന്തര സഹായങ്ങളുമായി ഗ്രാമപഞ്ചായത്ത് ഉണ്ടാകുമെന്ന് ഈ ഒരു വേളയിൽ ഉറപ്പു നൽകുകയാണ്. പ്രദേശത്തെ റോഡുകൾക്ക് കുറുകെ മരങ്ങളും വൈദ്യുതി തൂണുകളും തകർന്നു വീണിട്ടുണ്ട്. റബ്ബർ, തെങ്ങ്, കവുങ്ങ് ഉൾപ്പെടെയുള്ള കൃഷികൾക്കും വ്യാപക നാശമുണ്ടായി. വലിയ നാശമാണ് ഉണ്ടായത്. എല്ലാം പഴയപടിയാക്കാനുള്ള ശ്രമത്തിലാണ് ആളുകളെന്ന് പൊതുപ്രവർത്തകനായ പ്രജീഷ് പൂളയ്ക്കൽ പറഞ്ഞു. നിരവധി വീടുകൾ, അതുപോലെ തന്നെ കൃഷിസ്ഥലങ്ങൾ, പിന്നെ പൊതുയിടങ്ങൾ, പിന്നെ ഇലക്ട്രിക് പോസ്റ്റുകൾ, നിരവധി മരങ്ങൾ, റോഡുകളെല്ലാം ബ്ലോക്കായി കിടക്കുക. മൊത്തം ശരിക്കും പറഞ്ഞാൽ ഒരു വലിയൊരു ഭീകരാന്തരീക്ഷം, ഒരു ചൂരൽമല പിന്നെ പോലത്തെ ഒരു വലിയൊരു ഭീകരപരമായിട്ടുള്ളൊരു അന്തരീക്ഷം. ഇപ്പോൾ കണ്ടല്ലോ, ഇപ്പം നമ്മൾ നിൽക്കുന്ന വീടിൻ്റെ ബാക്കിൽ ആ വീട് ഏകദേശം ഭാഗികമല്ല പൂർണ്ണമായും തകർന്ന പോലെയാണ്. ഇപ്പം അത് നേരാക്കിക്കൊണ്ടിരിക്കുക. അങ്ങനെ നിരവധി സ്ഥലങ്ങളുണ്ട്. സുന്ദരത്ത് സുഭദ്ര, ചോലശ്ശേരി, അസ്മാബി എന്നിവരുടെ വീടുകൾ തിങ്കളാഴ്ച മരം വീണ് ഭാഗികമായി തകർന്നിരുന്നു. വ്യാപക നാശം വിധിച്ചെങ്കിലും ആർക്കും പരിക്കില്ലാത്തത് ആശ്വാസമാണ്. അലനല്ലൂർ സർവീസ് സഹകരണ ബാങ്ക്, അലനല്ലൂർ. ഫോൺ 04924 262 427.